വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പകുതി മുക്കാലും വേസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഡേ സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ളോഗിലുള്ളത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇവിടെ വേണ്ടാണ്ട് കിടക്കുന്ന 2-3 മണി പ്ലാന്റ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് നല്ല 2 നോക്കി പറിച്ച് ഞാൻ കുഴിച്ചിടാൻ വേണ്ടി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് മണ്ണൊക്കെ എടുത്തുണ്ടെന്ന് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ ഉണ്ടാക്കുകയാണ്. ഇതാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇതിന് ശരിക്കും എന്തോ ഒരു പേരുണ്ട്, എനിക്കറിയില്ല. വേറെ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് പോട്ടും ഞാൻ നിറയ്ക്കുകയാണ്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള മണ്ണാട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ബാക്കിൽ ഇങ്ങനെ അമ്മ ചെടികളല്ല പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നതും കൊണ്ട് അപ്പം എന്തായാലും അതിലത്തെ മണ്ണും അത്യാവശ്യം വളക്കൂറുള്ള മണ്ണേക്കല്ലോ. അതിനോണ്ട് തന്നെ ഞാൻ ചെടി നടാൻ അവിടെ നിന്നാട്ടോ മണ്ണെടുക്കൽ. അതിനുശേഷം ഞാൻ കയ്യും കാലൊക്കെ കഴുകി റൂമിലേക്ക് വന്നിട്ടോ. രാവിലെ തുറന്നിട്ട് ജനലൊക്കെ പൂട്ടിയിടും. ആദ്യമൊക്കെ ഒരു 5:30-6 മണി ആകുമ്പോഴായിരുന്നു ജനലൊക്കെ പൂട്ടൽ. ഇപ്പം ഭയങ്കര കൊതുവാണ്. അതിനുകൊണ്ട് തന്നെ നേരത്തെ പൂട്ടലാണ് ഇപ്പം എൻ്റെ ഒരു പതിവ്. പിന്നെ രാവിലെ കഴുകിയിട്ട ഡ്രസ്സ് വൈകുന്നേരം ആകുമ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടും. അത് എടുത്തു കൊണ്ടുവന്ന് ഫോൾഡ് ചെയ്ത് വെക്കലിൻ്റെ പരിപാടിയാണ്. അതിനോണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ പകുതി മുക്കാൽ പണിയും കഴിഞ്ഞിട്ടോ. പിന്നെ എൻ്റെ മെയിൻ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കലാണ്. കുളിക്കാനായിട്ട് ഇന്ന് എണ്ണ നോക്കിയപ്പോൾ എണ്ണയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് ഇങ്ങനെ കുറേ ന്യൂസ് പ്രിൻറ്റ്സ് വലിച്ചു വാരി കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാണ്. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ട് അമ്മ എനിക്ക് എണ്ണയൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ കുളിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അത്യാവശ്യം കുറേ ദിവസമായിട്ട് തലയിലൊക്കെ നല്ലോണം ഒന്ന് എണ്ണ തേച്ച് കുളിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചത് നല്ലോണം ഒന്ന് എണ്ണ തേച്ച് എന്തായാലും കുളിക്കാം. പിന്നെ ഞാൻ വേഗം പോയി കുളി കഴിഞ്ഞ് വന്നാൽ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ചോറായിട്ട് വന്നിട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിഞ്ഞിട്ടോ ഒന്ന് എന്തായാലും. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്കിൻ കെയർ ടൈമാണ്. ഞാൻ സ്കിൻ കെയറിന് നല്ല ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 2024 നല്ല രീതിയിൽ സ്കിപ്പ് ചെയ്ത് ഒരു ശ്രദ്ധയും കൊടുക്കാത്തൊരു സംഭവം ഈ സ്കിൻ കെയർ. എന്തായാലും ഇപ്രാവശ്യം എങ്ങനെ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ 2025 ഡെയിലി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റാണ് ജേർണലിങ് കേട്ടോ. ഈ ജേർണലിങ്ങിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും ജേർണലിങ് നമ്മളെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ എവിടേക്കോ റീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അന്നത്തെ ഡേനെ പറ്റിയിട്ട് എഴുതിയിരുന്നു. അത് മാത്രമല്ല വീഡിയോസൊക്കെ കണ്ടിട്ട് 1-2 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഹാപ്പിയായി. എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കും. നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരാൾ പേഴ്സണലി മെസ്സേജ് ചെയ്യുമ്പോൾ അത് നല്ലൊരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ 2025 അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യണേ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. ഇനി ലൈറ്റ്സൊക്കെ ഓഫാക്കി കിടന്നുറങ്ങാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.